കടുത്ത വേനലിൽ സംസ്ഥാനത്ത് 257 കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായി മന്ത്രി പി പ്രസാദ്. ഇതിൽ 175 കോടി രൂപയുടെ നഷ്ടമുണ്ടായത് ഇടുക്കിയിലാണെന്നും ഏലകൃഷിയെയാണ് ഏറ്റവും കൂടുതലായി വരൾച്ച ബാധിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മന്ത്രി ഇടുക്കിയിലെ തോട്ടങ്ങൾ സന്ദർശിച്ചു. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ചൂടാണ് ഇത്തവണ ഇടുക്കി ജില്ലയിലുണ്ടായത്. ജലസ്രോതസ്സുകൾ വറ്റിയതോടെ ജില്ലയിലെ കാർഷിക മേഖലയും തകർന്നു. ഏലം കൃഷിയെയാണ് വരൾച്ച കൂടുതലായി ബാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷിവകുപ്പ് ഇതിന്റെ കണക്കുകൾ ശേഖരിച്ചും തുടങ്ങിയിരുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രം 175 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് കൃഷിവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ കൃഷിമന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തിയത്. ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കി ജില്ലയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 257 കോടി രൂപ കേരളത്തിലെ നഷ്ടത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞ പ്രാഥമികമായ കണക്കാണ്. അവിടെ തന്നെയാണ് 175 കോടിയോളം അധികം രൂപ ഇടുക്കിയിൽ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത്. അത് വീണ്ടും കൂടാനാണ് അതിൻ്റെ സാധ്യത. ഏലത്തിൻ്റെ കാര്യത്തിൽ ആവർത്തന കൃഷിക്ക് സഹായം ലഭ്യമാവുക എന്നതുൾപ്പെടെയുള്ളത് പ്രശ്നമാവുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏലച്ചെടി പട്ടുപോയിരിക്കുന്ന കരിഞ്ഞു ഉണങ്ങിപ്പോയിരിക്കുന്നു. നാളെ കൃഷി ചെയ്യണമെങ്കിൽ അതിൻ്റെ തൈയില്ല, അതിൻ്റെ തട്ട വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെല്ലാം കൂടി കണക്കെടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഫിഗർ അതിനപ്പുറത്തേക്കെല്ലാം മാറുന്നതായിട്ടായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കർഷകർക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര മാനദണ്ഡങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും അതിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയിലെ ഇടപെടലുകൾക്ക് സംസ്ഥാന സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്നും സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ബോർഡുകൾ കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ സഹായത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുള്ള മേഖലയാണിത്. കുറേ നമുക്ക് കമ്മ്യൂണിറ്റി ബോർഡുകളുണ്ട്. ഇപ്പോൾ കോഫി ബോർഡ്, ടീ ബോർഡ്, സ്പൈസസ് ബോർഡ്, കുറേയേറെ ബോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. കേവലമായ ഒരു സംവിധാനം മാത്രമായി അതങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കർഷകർക്ക് സഹായകമായി നിൽക്കുകയില്ല. അപ്പോൾ കർഷകരെ സഹായിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അടക്കമുള്ള നമ്മുടെ ബോർഡുകൾ, അവിടെ കോഫി ബോർഡും ടീ ബോർഡും എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരാണ്. തേയിലയുടെ കാര്യത്തിനകത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി. അതുകൊണ്ട് ഇടുക്കിയുടെ കാര്യത്തിലായാലും മറ്റു ജില്ലകളുടെ കാര്യത്തിലായാലും ഈ ബോർഡുകൾ കൃത്യമായ എന്ന വണ്ണം സഹായിക്കാൻ സന്നദ്ധമാവുകയും സഹായ നടപടികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതേസമയം വരൾച്ചാ ബാധക പ്രദേശങ്ങളിൽ സംസ്ഥാന സർക്കാർ എന്ത് സഹായം നൽകുമെന്ന കാര്യത്തിൽ മന്ത്രി നിലപാട് വ്യക്തമാക്കിയതുമില്ല.